നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന് അതൊരു വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. LDF വലിയ തകർച്ചയിലേക്കാണ് കൂപ്പ് കുത്തിയിരിക്കുന്നത്. സത്യത്തിൽ അവരുടെ കയ്യിലിരുന്ന ഏകദേശം 500-ന് മുകളിൽ ഗ്രാമപഞ്ചായത്തുണ്ടായിരുന്നിടത്ത് നിന്ന് 400 താഴെ 350-ന് താഴെ എന്ന രീതിയിലേക്ക് ഇടതുപക്ഷം മാറി. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നു. ഒരു കോർപ്പറേഷൻ മാത്രമാണ്, കഴിഞ്ഞ തവണ 5 കോർപ്പറേഷൻ ഉള്ളിടത്തുനിന്ന് 1 കോർപ്പറേഷൻ മാത്രമാണ് ഇത്തവണ LDFന് കിട്ടിയത്. അപ്പൊ ഇത് വലിയ രീതിയിലൊരു ഉൾപാർട്ടി പ്രശ്നങ്ങൾക്ക് കാരണമായതോടൊപ്പം തന്നെ ഇവർ ആയുധം എടുത്തുകൊണ്ട് വോട്ട് ചെയ്യാത്ത ജനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു ദൃശ്യമാണ് സംസ്ഥാനത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. കണ്ണൂർ പാറാട് കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ വിജയം ലഭിച്ചില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് പാറാട് ഭാഗത്തേക്ക് 30ഓളം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ വടിവാളുമായിട്ടുള്ള ഒരു പ്രകടനം നടത്തുകയാണ്. നാട്ടുകാർക്ക് നേരെ ഒരു വടിവാളുമായിട്ട് പാഞ്ഞെടുത്തു. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളടക്കം തകർത്തു തരിപ്പണമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണ പ്രവർത്തനങ്ങളാണ്. തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവർക്ക് നേരെ വലിയ ആയുധ പ്രയോഗം തന്നെ നടത്തിക്കളയാം. കാരണം ഭീഷണിപ്പെടുത്തിയെങ്കിലും അവിടെ വോട്ട് നേടിയെടുക്കണം, ഭീഷണിപ്പെടുത്തിയെങ്കിലും അടുത്ത തവണയെങ്കിലും വോട്ട് നേടിയെടുക്കണം, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വിജയിച്ച സ്ഥാനാർത്ഥിയെ കൊണ്ട് രാജിവെപ്പിക്കാൻ പോലും മടിക്കില്ല. ഒരു തരത്തിലുള്ള സ്റ്റാലിനിസ്റ്റ് നീക്കങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന MM മണി എന്ന മന്ത്രിയായിരുന്ന MM മണിയുടെ ഒരു പ്രസ്താവന തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത്, സർക്കാരിൻ്റെ പൈസ വാങ്ങി, ക്ഷേമ പെൻഷൻ പൈസ വാങ്ങിക്കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചിട്ട്, വേണ്ടത്ര രീതിയിൽ ആഹാരം കഴിച്ചിട്ട് അതിൻ്റെ ഒരു നന്ദി പോലും കാണിക്കാത്ത ഒരു ജനത എന്ന രീതിയിൽ ജനങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സമീപനമാണ് MM മണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് തന്നെയാണ് മറ്റൊരു രീതിയിൽ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതും. അതായത് വർഗീയത പറഞ്ഞ് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു, ജനങ്ങളെ മറിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ വികസനത്തിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്നത് എല്ലാവരും കേട്ടതാണ്. അപ്പോൾ അത്തരത്തിലൊരു ജനങ്ങളുടെ മാൻഡേറ്റ്, ജനങ്ങൾ കൊടുത്ത ഒരു അംഗീകാരം ആ ജനതയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവരുടെ മനസ്സിനെ തന്നെ അവർ കളങ്കിതരാണ് എന്ന് മറ്റൊരു രീതിയിൽ പറയുകയാണ് പിണറായി വിജയൻ. അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതി നമ്മളിപ്പോൾ ഇവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ കണ്ണിലേക്ക് പൊടിവാരി എറിയുന്ന, ജനങ്ങളെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ആക്രമിക്കുന്ന നയത്തിലേക്ക് ഇടതുപക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിറ്റാരിപ്പറമ്പിലും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി. അത് മാരാരിക്കുളത്ത് ചിറ്റാരിപ്പറമ്പിൽ ഇത്തരത്തിലൊരു ആക്രമണം. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ഒരു ആക്രമണ പരമ്പരയുമായിട്ട് മുന്നോട്ട് നീങ്ങണം. വരും നാളുകളിൽ ഇവരുടെ ഈ നീക്കം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാം. എന്തായാലും അടുത്ത കുറച്ചു മാസങ്ങൾക്കകം തന്നെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്ന് പോലും ഇവർ മറന്നിരിക്കുന്നു. എന്തായാലും ഇവരെ തിരിച്ചറിയാനുള്ള ഒരു വലിയ അവസരമാണ് എന്നാണ് ജനത ഒന്നടങ്കം ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇത് ഇനിയെങ്കിലും ഇടതുപക്ഷം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വലിയ കനത്ത പ്രഹരം തന്നെയായിരിക്കും ഇനി ആകെ കൂടി ഉണ്ടാകുന്ന ഒരു തരിയും കൂടി കടലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങുകയാണ് കേരളത്തിൽ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.